നമ്മുടെ ഗ്രഹത്തിന്റെ 70% ഭാഗം മറച്ചിരിക്കുന്നതും എന്നാൽ മിക്കവാറും പര്യവേക്ഷണം ചെയ്യപ്പെടാത്തതുമായ ഒരു ലോകം സങ്കൽപ്പിക്കുക. അതെ, നമ്മുടെ സ്വന്തം സമുദ്രം. ഉപരിതലത്തിൽ നിന്ന് സൺലൈറ്റ് സോൺ എന്നറിയപ്പെടുന്ന ജീവൻ തുടിക്കുന്ന ഇടത്തിലൂടെ നാം താഴേക്കിറങ്ങുന്നു. എന്നാൽ അല്പം ഒന്നുകൂടി താഴേക്ക് പോകുമ്പോൾ വെളിച്ചം മങ്ങുന്നു. വെറും 200 മീറ്റർ താഴെ നമ്മൾ ട്വൈലൈറ്റ് സോണിൽ പ്രവേശിക്കുന്നു. അവിടെയുള്ള ജീവികൾക്ക് പ്രകാശത്തിന്റെ അവസാന കണിക പോലും പിടിച്ചെടുക്കാൻ വലിയ കണ്ണുകളാണുള്ളത്. 1000 മീറ്റർ ആഴത്തിലെത്തുമ്പോഴേക്കും നാം മിഡ്നൈറ്റ് സോണിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരിക്കലും സൂര്യപ്രകാശം എത്തിയിട്ടില്ല. ഇത് ശാശ്വതമായ ഇരുട്ടിന്റെയും അതിശക്തമായ മർദ്ദത്തിന്റെയും ഒരു ലോകമാണ്. ഇവിടെ സ്വന്തമായി പ്രകാശം പുറപ്പെടുവിക്കുന്ന ജീവികൾ ഒരു വിചിത്രമായ ലോകം സൃഷ്ടിക്കുന്നു. സമുദ്രത്തിന്റെ ശരാശരി ആഴം ഏകദേശം 3682 മീറ്ററാണ്. പക്ഷെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അബിസ് സോൺ കടന്ന് നാം ഏറ്റവും നിഗൂഢമായ അവസാന പാളിയിലെത്തുന്നു, ഹാഡൽ സോൺ. നമ്മുടെ ലക്ഷ്യം ചാലഞ്ചർ ഡീപ്പാണ്. മരിയാന ട്രെഞ്ചിലുള്ള ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഈ ഭാഗം ഏകദേശം 11,000 മീറ്റർ ആഴത്തിലാണുള്ളത്. ഇത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തേക്കാൾ ആഴമേറിയതാണ്. ഇവിടത്തെ മർദ്ദം അതിശക്തമാണ്. ഒരു ചതുരശ്ര ഇഞ്ചിന് 8 ടണ്ണിലധികം. എന്നിരുന്നാലും ഈ കഠിനമായ ചുറ്റുപാടിലും ജീവൻ നിലനിൽക്കുന്നു. ചെമ്മീനിന് സമാനമായ ആംഫിപോഡുകളും മറ്റ് അതുല്യ ജീവികളും ഭാവനയ്ക്കപ്പുറമുള്ള ഈ ലോകവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. കണക്കില്ലാത്ത രഹസ്യങ്ങളാണ് ആഴക്കടലിൽ ഒളിഞ്ഞിരിക്കുന്നത്.